ഭയങ്കര ചൂടായതുകൊണ്ടല്ലോ പകരം നമ്മുടെ മേലത്തെ റൂമിലേക്കൊന്നും പോകാനേ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് എന്തായാലും ക്ലീൻ ചെയ്തേ പറ്റൂ. ബെഡ്റൂം ക്ലീനിങ് ഡേ ആണ്. അംഗങ്ങൾ കൂടുതലായതുകൊണ്ട് നമ്മൾ 2 കട്ടിൽ അടുപ്പിച്ചിട്ടിട്ടാണ് ഇപ്പം കിടക്കുന്നത്. ഞാനിപ്പോൾ മാറ്റി ഈ ബെഡ്ഷീറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആന ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റിയാണ്, നല്ല രസമാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അതുപോലെ ഈ ബെഡ് റെയിലും ഭയങ്കര ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. യാമിക്കുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പൊടി ഭയങ്കര അലർജിയാണ്. പൊടി അടിച്ചാൽ അപ്പം തുമ്മാൻ വേണ്ടി, അതുകൊണ്ട് തന്നെ ടവലൊക്കെ കെട്ടിയിട്ടാണ് തുടക്കാൻ ഇറങ്ങിയത്. ആദ്യം തന്നെ ഒന്ന് അടിച്ച് വാരി ഇടിച്ചിട്ടുണ്ട്. എന്ത് പൊടിയാണെന്ന് അറിയാം, രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമേ റൂമ് പോലുള്ളൂ, എന്നാലും പൊടിക്ക് ഒരു കുറവുമില്ല. അപ്പം നിച്ചൂട്ടിയും എൻ്റെ സെയിം ഡിറ്റോ ആയിട്ട് എനിക്കും അതുപോലെ കെട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എല്ലാം തുടച്ചപ്പോൾ ബാക്കി ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ട് തുണിയും വാങ്ങിച്ചിട്ട് ഏന്തി വലിഞ്ഞ് തുടക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കെങ്കിലും കൂട്ടിന് ഒരാളുള്ളതുകൊണ്ട് നന്നായിട്ടാ, വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. ഒന്ന് തുടച്ചിട്ടപ്പോൾ തന്നെ നല്ലോണം വേർത്ത് പണ്ടാരടങ്ങിയിട്ട് ഇടാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് തുടങ്ങി. ഇനി തുടക്കലാന്നേ. ഈ ഒരു മോപ്പ് ഉണ്ടല്ലോ, ഒരു 4-5 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ്. നല്ല ക്വാളിറ്റിയാണ്, നല്ല സുഖമാണ് കേട്ടോ തുടക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കൈ കൊണ്ടൊന്നും പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ തന്നെ സ്പിൻ ചെയ്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ബെഡ്ഷീറ്റും ബെഡ് റെയിലും ഈ മോപ്പും ഒക്കെ മേലെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റൂം ഇതാ നല്ല കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റ് വിരിക്കുന്ന പണിയും കൂടെ ബാക്കിയുണ്ട്, അത് ഏട്ടനെ ഏൽപ്പിച്ചുട്ടോ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യാമിക്കുട്ടി എണീക്കുമ്പോഴേക്ക് താഴെ പോകാനാവില്ല. ഇനി കുളിയും കഴിഞ്ഞിട്ട് വേണം യാമിക്കുട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്ലീനിങ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.